മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇന്ന് സഭയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു മുഖം അത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേതാണ്. ചിലപ്പോഴൊക്കെ മുഖ്യമന്ത്രിയേക്കാൾ നിർണായകമായ ഉത്തരങ്ങൾ പറയുന്നതിലും സഭാംഗങ്ങൾ അടക്കിയിരുത്തുന്നതിലും തിരുവഞ്ചൂരിനുള്ള പ്രത്യേക കഴിവുകൾ നമ്മൾ ഈ സഭാ കാലയളവിൽ അത്രയും കണ്ടതുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നലെ വരെ അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചവർ പോലും ഇന്ന് സ്പീക്കറുടെ നിലപാടുകൾക്ക് കൈയടിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളത്തെ അപ്പാടെ ഉലച്ച ഒരു അതിനിർണായകമായ കരാർ റദ്ദാക്കിക്കൊണ്ടാണ് തിരുവഞ്ചൂർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിയമസഭയ്ക്കുള്ളിലെ വിവിധ പ്രവർത്തികൾക്കായി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് സ്പീക്കർ ഒറ്റയടിക്കങ്ങ് റദ്ദാക്കി കളഞ്ഞത്. സഭയ്ക്കുള്ളിലെ നിർമ്മാണങ്ങളിലും IT പരിപാലനത്തിലും ഗുരുതരമായ വീഴ്ചകളും വൻ അഴിമതിയും കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്പീക്കറുടെ ഈ കർശന നടപടികൾ അത്രയും. ഇതിൽ ഏറ്റവും പ്രധാനം നിയമസഭയിലെ ഡൈനിങ് ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട കരാറാണ്. വർഷത്തിൽ 10 ദിവസത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുന്ന ഡൈനിങ് ഹാൾ വൻ വിലയുള്ള ഇറ്റാലിയൻ മാർബിൾ അടക്കം ഉപയോഗിച്ച് ആഡംബരപൂർവ്വം നവീകരിക്കാനായിരുന്നു ഊരാളുങ്കലിന് കഴിഞ്ഞ സർക്കാർ കരാർ നൽകിയിരുന്നത്. ധനവകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ച് കഴിഞ്ഞ സർക്കാർ അനുവദിച്ച ഈ 7.5 കോടിയുടെ കരാറാണ് സ്പീക്കർ ഇപ്പോൾ പൂർണ്ണമായും റദ്ദാക്കിയത്. ഇതിനു പുറമെ ലോക കേരള സഭ നടന്ന വേളയിൽ വെറും 2 ദിവസത്തെ ആവശ്യത്തിനായി ഡൈനിങ് ഹാളിൽ AC സ്ഥാപിച്ചതുൾപ്പെടെ 35 ലക്ഷം രൂപയുടെ ഭീമമായ ബില്ല് അത് വന്നതിനെ കുറിച്ചും ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാൾ കരാർ മാത്രമല്ല, നിയമസഭയിലെ അതിപ്രധാനമായ പല ചുമതലകളിൽ നിന്നും ഊരാളുങ്കലിനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിന്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഊരാളുങ്കലിനെ മാറ്റി പകരം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയും ചെയ്തു. അതുപോലെ തന്നെ നിയമസഭയിലെ ഡേറ്റാ സെന്ററിന്റെ വാർഷിക പരിപാലന ചുമതലയിൽ നിന്നും ഊരാളുങ്കലിനെ നീക്കി പകരം കെൽട്രോണിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിയമസഭാ പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടികൾ അത്രയും. അതിവേഗം ഭരണാനുമതി നൽകി ഊരാളുങ്കലിന് മുൻ സർക്കാർ വച്ചു നീട്ടിയ കോടികളുടെ പദ്ധതികൾക്കാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്പീക്കർ ഇപ്പോൾ പൂട്ടിട്ടിരിക്കുന്നത്. ക്രമക്കേടുകളെ കുറിച്ച് ഒരു വിശദമായ അന്വേഷണത്തിന് കൂടി സ്പീക്കർ ഉത്തരവിട്ടേക്കുമെന്ന സൂചനയും ഇവിടെയുണ്ട്. ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്പീക്കർ കൈകൊണ്ട ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പല കരാറുകൾ റദ്ദാക്കി എന്നുള്ളതാണ് സാർ തന്നെ കണ്ടെത്തിയ ചില ചട്ടത്തിലുള്ള അടിസ്ഥാനത്തിലാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നത് ശരിയല്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാ എവിഡൻസുകളും എത്തിയെങ്കിൽ ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. മാത്രം അതിൽ ഓപ്പണായിട്ട് ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. എന്താ കാര്യങ്ങളെന്നുള്ളത് അതിൻ്റെ നിയമത്തിൻ്റെ മുറയ്ക്ക് വെക്കോട്ടെ, ഞാൻ അതിൽ ഇന്റർഫിയർ ചെയ്യാനുമില്ല. സ്പീക്കർ എന്നുള്ള നിലയിൽ എനിക്കുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്നുള്ള ഒരു സമീപനമായിരിക്കും എനിക്കുണ്ടാകുന്നത്. ഞാനതിൽ ഈ സ്റ്റേജിൽ ഒരു വാക്കും കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. പക്ഷേ ചില ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് എന്ന് ശരിയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ദ ഹോൾ എപ്പിസോഡിനകത്ത് ഞാൻ ഇപ്പോൾ പ്രിമച്വറാണ് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ. സ്വാഭാവികമായിട്ടും സ്പീക്കർ എന്ന് പറയുമ്പോൾ നിയമസഭയെ സംബന്ധിച്ച അവസാനത്തെ വാക്കാണ്. ഞാൻ തന്നെ ആദ്യം മുതലേ തുടങ്ങിയാലോ, അതുകൊണ്ട് ഞാൻ അതിലില്ല. അത് അതിൻ്റെതായ മുറയ്ക്ക് പോകട്ടെ. ഒരു കാര്യത്തിൽ പോലും പ്രിമച്വറായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്ന ഒരാളാണ്.